ഏ ദോസ്തി ഹം നഹി തോടെങ്കി സിനിമാ ചരിത്ര താളുകളിൽ സ്വർണ്ണ ലിപികളാൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ചിത്രമായ ഷോലയിൽ കിഷോർ കുമാറും മന്നാഡയും ചേർന്ന് പാടിയ ഈ പാട്ടിന് ക്രിക്കറ്റുമായി എന്ത് ബന്ധം? ബന്ധം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. അല്ല, ആ ബന്ധം ഇക്കഴിഞ്ഞ ദിവസം മുംബൈയിൽ വനിതാ പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി തെളിയിക്കപ്പെടുകയും ചെയ്തു. സംഭവം ഇതാണ്: ക്രിക്കറ്റിന്റെ മണം പേറി നിന്ന ആ മുംബൈ സായാഹ്നം ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് തലമുറകൾ തമ്മിലുള്ള അപൂർവമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കൂടി സാക്ഷിയായി. ആ സായാഹ്നത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരമായ സുനിൽ ഗാവസ്കർ, വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പ്രിയ താരവും മികച്ച ഗായികയുമായ ജെമീമ റോഡ്രിഗസിന് നൽകിയ അപ്രതീക്ഷിത സമ്മാനം ക്രിക്കറ്റ് ലോകത്തിന്റെ ഹൃദയം കവർന്നിരിക്കുകയാണ്. ഒരു ക്രിക്കറ്റ് ബാറ്റിന്റെ ആകൃതിയിലുള്ള പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഗിറ്റാറാണ് ആ സമ്മാനം. ഇന്ത്യയുടെ വനിതാ ലോകകപ്പ് യാത്രക്കിടെയാണ് ഈ കഥയുടെ തുടക്കമെന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരായ ചരിത്ര വിജയത്തിന് പിന്നാലെ ടീം കിരീടം നേടുകയാണെങ്കിൽ ജമീമയുമായി ചേർന്ന് പാട്ടുപാടാമെന്ന് ഗാവസ്കർ വാക്ക് നൽകിയിരുന്നു. ആ വാക്ക് വെറും തമാശയായിരുന്നില്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ അരങ്ങേറിയത്. ഗാവസ്കർ സമ്മാനമായി നൽകിയ വലിയ പെട്ടി തുറന്നപ്പോൾ ജമീമയുടെ കണ്ണുകളിൽ വിരിഞ്ഞ അത്ഭുതവും സന്തോഷവും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നൈക്കി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ ബാറ്റ് രൂപത്തിലുള്ള ഗിറ്റാർ ജമീമയുടെ ക്രിക്കറ്റിനോടും സംഗീതത്തോടുമുള്ള ഇഷ്ടത്തെ കൂടുതൽ മനോഹാരിതയുള്ളതാക്കി. ഇത് ബാറ്റിങ്ങിനാണോ പാടാനാണോ എന്ന ജമീമയുടെ ചോദ്യത്തിന് രണ്ടും ആവാം. ജമീമയുടെ ബാറ്റിങ്ങിൽ തന്നെ ഒരു സംഗീതത്തിന്റെ താളമുണ്ട് എന്നായിരുന്നു ഗാവസ്കറിന്റെ മറുപടി. ഇതേ തുടർന്നാണ് ഇരുവരും ചേർന്ന് ഷോലെ സിനിമയിലെ എവർഗ്രീൻ ഗാനമായ ഏ ദോസ്തി പാടിയത്. ഇൻസ്റ്റഗ്രാമിൽ ഈ സംഗീത സന്ധ്യയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ച ജമീമ, സുനിൽ സാർ വാഗ്ദാനം പാലിച്ചു, ഇത് ഏറെ സവിശേഷമായ നിമിഷം എന്നാണ് കുറിച്ചത്. ആരാധകരും സഹതാരങ്ങളും ഈ പോസ്റ്റിനെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. വനിതാ ലോകകപ്പിലെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ പുറത്താകാതെ നേടിയ 127 റൺസ്, 339 റൺസിന്റെ ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ ചേസ് എന്നിവ ജമീമയെ ക്രിക്കറ്റ് ലോകത്തിന്റെ സുവർണ താരമാക്കി കഴിഞ്ഞു. ആ പ്രകടനത്തിന് ശേഷമാണ് ഗാവസ്കറിന്റെ വാഗ്ദാനം ഉണ്ടായത്. അതാണ് അദ്ദേഹം പാലിച്ചതും. സുനിൽ ഗാവസ്കറും ജമീമ റോഡ്രിഗസും പങ്കിട്ട ഈ നിമിഷം ക്രിക്കറ്റ് വെറും സ്കോറുകളും റെക്കോർഡുകളും മാത്രമല്ലെന്നും മനുഷ്യബന്ധങ്ങളും കലയും സന്തോഷവും കൂടിച്ചേരുന്ന ഒരു ജീവിതാനുഭവമാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. ബാറ്റിന്റെ താളത്തിൽ സംഗീതം പിറന്ന ആ സന്ധ്യ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മനോഹരമായ ഒരു ഓർമ്മയായി നിലനിൽക്കുമെന്ന് തീർച്ച. അന്താരാഷ്ട്ര സീസൺ പിന്നിട്ട് വനിതാ പ്രീമിയർ ലീഗിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജമീമ. ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായി ചുമതലയേറ്റിരിക്കുകയാണ്. വരാനിരിക്കുന്ന വലിയ മത്സരങ്ങളിലേക്ക് പാട്ടും പാടി പോവുകയാണ് ഈ സുവർണ താരം.